ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിബ്ലാസ് ഡയറി. ഞാനിന്നിവിടെ ഫ്രൈഡ് പ്രോൺസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടി ഞാനിവിടെ 2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെമ്മീനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള തിക്ക് പേസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി. ഇനി ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 2 കിലോ ചെമ്മീനിലേക്ക് ഈ പേസ്റ്റ് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ചെമ്മീൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ കറിവേപ്പില വെളിച്ചെണ്ണയിൽ ഇടുമ്പം നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പം കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്. അപ്പം ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. നമ്മളിതൊരു 60 തൊട്ട് 70% വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിത് രണ്ടാമതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അപ്പം ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ പാനിലിടുമ്പം ഒരുപാടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കി എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അളവിൽ മതി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേറൊരു പാനിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഞാനൊരു 4 തൊട്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു സവാള കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴറ്റി വരുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിച്ചപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മസാലയിലേക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സ്പൈസസ് ആണ് നമ്മുടെ കുറച്ച് അത്യാവശ്യത്തിന് മാത്രം ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി സോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടിയിട്ട്. അപ്പം ഇത് നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ നമ്മൾ ആ ഫ്രൈ പാനിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അത് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ പാനിൽ വെച്ചിരുന്ന നമ്മുടെ ചെമ്മീൻ്റെ മേലേക്ക് നമ്മൾ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആണ് നമ്മളിത് വീണ്ടും സോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിൻ്റെയും അതേപോലെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം കൂടി വന്ന് നമ്മളിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രൈഡ് പ്രോൺസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വേറെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും, കാരണം ഫ്രൈഡ് ഐറ്റം അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും നോൺ വെജിറ്റേറിയൻസിന്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമ.